പഴുത്ത നേന്ത്രപ്പഴം വെച്ചിട്ട് 4 മണി ചായക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വളരെയധികം ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഒരു പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളി ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചെടുക്കണം. ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം 1/4 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഒരു നുള്ളി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു നുള്ളി അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ളി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പക്കാരത്തിൻ്റെ അളവ് കൂടി പോകാൻ പാടില്ല. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം എണ്ണ ചൂടാകുന്ന സമയത്ത് ഓരോ സ്പൂണ് മാവ് ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് ഇത് ഇങ്ങനെ മാവ് കോരി ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പക്കാരമൊക്കെ ചേർത്തുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ഭാഗവും നന്നായിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ പഴം വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കരിഞ്ഞു പോവാതെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. പഞ്ചസാരയ്ക്ക് പകരമാണെങ്കിൽ നിങ്ങൾക്ക് ശർക്കര പാനി ചേർത്തിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക്